ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. സോ ഏൺ ചെയ്യുക നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളിവിടെ കോൾസ് ഒന്നും ഷെയർ ചെയ്യാറില്ല. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസാണ്. സോ നമ്മുടെ ഫസ്റ്റ് ചാർട്ട് അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ആക്ച്വലി പ്രത്യേകിച്ച് സ്ട്രക്ചറിൽ ഒരു ഇൻഡെക്സിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ബിഗ് മൂവ് ഒന്നും കാണുന്നില്ല. ബിഗ് മൂവ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉള്ളൂ. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞ അനാലിസിസ് എന്തായിരുന്നു? ഇൻറ്റർണൽ സ്ട്രക്ചറിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീക്ക് ആവുള്ളൂ. അതിൻ്റെ ബിലോ തന്നെയാണ് ഓപ്പണിംഗ് ആയി, ഗ്യാപ് ഡൗൺ ആയി, ഹ്യൂജ്. ആൻഡ് ദെൻ മൊത്തം സൈഡ് വേസ് ആണ്. സൈഡ് വേസിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാലോ. എക്സ്പയറി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സ്പയറിയിൽ 9:30 to 10 o'clock ആ ഒരു ടൈമിങ്ങിൽ നമ്മുടെ എറ്റ് ദ മണിയിൽ പ്രീമിയം ഉണ്ടെങ്കിൽ, എറ്റ് ദ മണി സ്ട്രൈക്കിൽ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ ഫർദർ നമുക്ക് മൂവ് കിട്ടുള്ളൂ. നല്ലൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്, ഞാനും ട്രാപ്പ് ആവാറുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? 10 മണി വരെ നോക്കുകയുള്ളൂ, അത് കഴിഞ്ഞിട്ട് മാറിയിരിക്കും. എന്ന് വെച്ചാൽ പിന്നെ ശരിക്കും നമ്മൾ ഇൻഡെക്സ് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഈ ഒരു നല്ല ഒരു ഐഡിയ നമുക്ക് ഈ പ്രീമിയം കണ്ടാൽ കിട്ടും. നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ പ്രീമിയം പിന്നെ മെൽട്ട് ആവുകയുള്ളൂ. മാക്സിമം അവർ ഇങ്ങനെയൊക്കെ ഒരു പിച്ച് വെച്ചേക്കുന്നതാണ്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ട്രേഡ് ചെയ്യുകയാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ മാത്രമേ നോക്കിയാൽ മതി, പിന്നെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. യൂഷ്വലി ഇപ്പോൾ ഇനി ഇൻഡെക്സിൽ ഇനി അങ്ങനെ മൂവ് കിട്ടുന്നില്ല ഓൺ എക്സ്പയറി ഡേയ്സ്. ഓക്കെ, എന്തായാലും ബാക്കിയെല്ലാം പോട്ടെ, നമുക്ക് വേഗം സ്ട്രക്ചറിൽ കിടക്കാം. സ്ട്രക്ചറിൽ നിഫ്റ്റി ഈ ഒരു ട്രയാങ്കിളാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. റൈറ്റ്, ഇത് എക്സാക്ട്ലി ഒന്ന് വരച്ചേക്കണം എല്ലാവരും കൂടി. ഈ ഒരു ട്രയാങ്കിൾ എക്സാക്ട്ലി എല്ലാവരും വരച്ച് വെച്ചേക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് എന്താണ്, ഫർദർ വീക്ക് ഇതിൻ്റെ ബിലോ ആവുള്ളൂ. ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 23,135 ആൻഡ് ഈ ഒരു ഏരിയ. ഇനി ഇതിൻ്റെ ബിലോ പോയ പ്രൈസ് പിന്നെ വീക്കാകും. പിന്നെ ഐ തിങ്ക് പിന്നെ ആ ഒരു പവർ ഉണ്ടാവില്ല. 5th വേവിൽ അത്രയ്ക്ക് പോകാനുള്ളത്. ഓക്കെ, അത്രയ്ക്ക് പവർ ഉണ്ടാവില്ല. പോകും ചിലപ്പോൾ ഈ ഡബിൾ ടോപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഫോളോ ചെയ്യുമോ, അവർ സ്ലോലി 24,000 എങ്ങനെയും. കാരണം വെച്ചാൽ ഇത് ബ്രേക്ക് ആവാൻ പാടില്ല ആസ് പെർ നോക്കാം. നാളെ ഇനി ഇൻ കേസ് ഇത് ബ്രേക്ക് ആയാൽ, ഈ ഒരു ലെവൽ ഇത് ബ്രേക്ക് ആയാൽ, സോ ഇതിൻ്റെ താഴെ ഒരു ലെവൽ കൂടി വരുന്നുണ്ട്. ആ ലെവൽ വരുന്നതാണ് 23,060-70. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത്, എങ്ങനെ ആ ലെവൽ കിട്ടുന്നത് നമുക്ക് അതിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം ഓപ്പൺലി ആണ്. ഞാൻ പ്രോപ്പർലി ഓപ്പൺലി കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ചുമ്മാ അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ലോജിക്ക് നമ്മൾ ഷെയർ ചെയ്താലേ നമുക്ക് എക്സാക്ട്ലി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ അതിൻ്റെ ലോജിക്? 3rd വേവ് ആണ് 4th വേവിൻ്റെ ഫോൾ വരുന്നത്. 4th വേവിൻ്റെ ഫോൾ എങ്ങനെ വരുന്നത്? ABC സ്ട്രക്ചർ. ഇത് A, ഇത് B ആൻഡ് സിയുടെ ഫോൾ ആണ് വരുന്നത്. സി ഓർ 3rd വേവിൻ്റെ ഫോൾ. അത് എങ്ങനെ നമുക്ക് അത് എത്ര വരെ പോകാറുണ്ട്? 127%. റൈറ്റ്. സോ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ എടുക്കാം. അത് ഇവിടുന്ന് ഓക്കെ ഈ ഒരു വേവിൻ്റെ ഫസ്റ്റ് വേവിൻ്റെ ആൻഡ് ദെൻ സെക്കൻഡ് വേവിൻ്റെ ഫോൾ. ഇത് ഞാൻ ABC സ്ട്രക്ചർ എങ്ങനെയാണ് അത് ഇന്നലത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഫുള്ള് കാണുവാണെങ്കിൽ അറിയാൻ പറ്റും ABC സ്ട്രക്ചർ എങ്ങനെയാണ്. സോ അതിൻ്റെ സിയുടെ ടാർഗറ്റ് എങ്ങനെ വരുന്നത് ചെയ്താൽ 127% ഉണ്ടാവും. 23,075 22,918 അങ്ങനെ. സോ മോസ്റ്റ്ലി ഇനി സപ്പോർട്ട് എടുക്കാനാണെങ്കിൽ ഇവിടെ തന്നെ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ബിയറിഷിലേക്ക് പിന്നെ പോകും. പിന്നെ 5th വേവ് ഫെയിലിയർ ആകും. ശ്രദ്ധിക്കണം, ഇവിടെ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ 5th വേവ് പിന്നെ അത്രയ്ക്ക് പവർ ഉണ്ടാവില്ല, ഫെയിലിയറിലേക്ക് പോകും. അതൊരു അങ്ങനത്തെ ഒരു റൂളാണ്. ദാറ്റ് മീൻസ് 5th വേവ് പിന്നെ 24,000 ആ ഒരു നമ്പറിലേക്ക് പോകാനുള്ള ചാൻസസ് കുറവായിരിക്കും. പൊക്കാനാണെങ്കിൽ ഇവർ ഇവിടെ തന്നെ പൊക്കേണ്ടതാണ്. ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ എന്ന് പറയാം. ഓക്കെ, 23,000 ഐ തിങ്ക് മാക്സ് അത്രേ ഉള്ളൂ. നാളെ നോക്കാം. ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ ഓക്കെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്ലൂ കളറുടെ അവിടെ. സോ അതാണ് ഒരു ഇതിന് സിയുടെ ടാർഗറ്റ് ഇനി കിടക്കുന്നു എന്ന് പറയാം. കാരണം ABCയുടെ ഇന്നലത്തെ വീഡിയോ ഒന്ന് നോക്കണം, എക്സാക്ട്ലി അറിയാൻ പറ്റും. അപ്പോൾ അതിൽ സിയുടെ ടാർഗറ്റ് 127% നോർമൽ കേസസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സിയുടെ ടാർഗറ്റ് അങ്ങനെയാണ്. ഓക്കെ, സോ അത് നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വെച്ചാൽ ക്ലോസിങ് അത്രയ്ക്ക് പവർഫുൾ അല്ല.
ക്ലോസിങ് പവർഫുൾ അല്ല, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സ്ട്രക്ചർ നമ്മൾ ഇപ്പോൾ ഇനി ഹോൾഡ് ചെയ്യുന്നത് ലെവലാണ് ഇത്. സോ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ആയാൽ 23,210 230 ഈ ഒരു ലെവൽ 210 ഇച്ചിരി കൂട്ടി എടുത്തോളൂ. 23,210 ഇത് ബ്രേക്ക് ആയാൽ പിന്നെ ഫർദർ താഴേക്ക് ലെവൽസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഇതും പിന്നെ ഫർദർ എന്തിനെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് 1 2 3 സപ്പോർട്ട് സോണിലാണല്ലോ ബൗൺസ് എടുത്ത്. ഇന്നത്തെ അത് മാത്രം നോക്കിയാൽ മതി. 1 2 3 ഫോർത്തിൻ്റെ ഫോളാണ് ഇത് ഫുള്ള് ഫോർത്തിൻ്റെ ഫോളാണ്. ഓക്കെ, കണ്ടോ, ഫോർത്തിൻ്റെ ഫോളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 333 കറക്ഷൻ പോലെ അങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് അത്രയ്ക്ക് കൺഫർമേഷൻ നിൽക്കും തരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നാളെ മാർക്കറ്റ് ഓപ്പണിംഗ് എങ്ങനെ ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ന്യൂസ് ബേസ്ഡ് ആണ് ഇപ്പോൾ മാർക്കറ്റ്, കണ്ടോ. സോ ഇനി ഇതിൻ്റെ അഭാവം പോയാൽ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. അത് 5th വേവ് ഉണ്ട്. 1 2 3 ഇത് ഫുൾ 4 ആൻഡ് 5th വേവ് ഉണ്ട്. സ്മോളസ്റ്റ് സ്ട്രക്ചർ 5 minutes ടൈം ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ 5th വേവ് മൂവ്സ് നമുക്ക് കിട്ടും. ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും 23,320 ആൻഡ് അപ്പർ മുകളിൽ ഒരു 10 ലൈൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളതാണ്. നമ്മുടെ എലീറ്റ് വേവിൽ ഓക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ പ്രൈസ് വേവ് ഏതാണ്, എങ്ങനെ സപ്പോർട്ട് എങ്ങനെ എടുക്കും അതുകൂടി ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ചാനൽ, എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ BOS ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ ആൻഡ് ചോച്ച് ആൻഡ് OB ഓർഡർ ലോക്ക്, ഇതൊക്കെ എല്ലാ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓർഡർ ലോക്ക്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആൻഡ് ദെൻ ഇവിടെ സോ സ്മോൾ സ്ട്രക്ചർ നമ്മുടെ OB നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്, ഇവിടെ BOS സ്മോൾ സ്ട്രക്ചറിൻ്റെ മോർണിംഗ് എന്തായി, ഫസ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് മീൻസ് ഫസ്റ്റ് വേവ് ആണ്. സെക്കൻഡ് വേവിൻ്റെ ഫോൾ വണ്ണും ഓക്കെ, തേർഡ് വേവിൻ്റെ പ്രൈസ് മുകളിൽ പോയി. ഓക്കെ, സ്മോൾ സ്ട്രക്ചറിൽ തേർഡ് വേവ് പ്രൈസ് മുകളിൽ പോയി. ഇവിടെ എന്തായി, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ BOS ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ സ്മോൾ ടൈം ഫ്രെയിമിൽ BOS ആയി. റൈറ്റ്, മനസ്സിലാവുന്നുണ്ടോ, ഇത് ഇവിടെ BOS ആയി. ഓക്കെ, ദെൻ BOS ആയി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ബ്ലോക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓർഡർ ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണണം, OBD വീഡിയോ കാണണം, കണ്ടാലേ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് OB ഏതായിരുന്നു, ഇതാണ് മാർക്കറ്റ് ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ തന്നെ ഫസ്റ്റ് OB ആണ് ഇത്. സോ ഫസ്റ്റ് OB നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് OB നമ്മുടെ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ OB പ്രൈസ് മുകളിൽ ഇവിടെ ഇവിടെ OB ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സഡൻ എന്താ നോക്കേണ്ടത്, അതിൻ്റെ മുന്നത്തുള്ള OB ആണ് നോക്കേണ്ടത്. ഓക്കെ, കാരണം പ്രൈസ് ഗ്രീൻ മുകളിലേക്ക് പോയി താഴേക്ക് വരുന്നു, ഈ OBയിലേക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകേണ്ടതാണ്. ബട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നില്ല, കണ്ടോ, പ്രോപ്പർലി ആണ് ഈ റെഡ് ക്യാൻഡിലാണ് ആ ഒരു OB ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ഓക്കെ, സോ അത് ഇവിടുന്ന് ബൗൺസ് എടുക്കുന്നുണ്ട് ബട്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മൾ എന്താ ചെയ്യുക, വേഗം അതിൻ്റെ മുന്നത്തുള്ള OB നോക്കണം. അതിന് മുന്നത്തെ റെഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിലാണ് OB ഓർഡർ ബ്ലോക്ക് ആയിരിക്കുന്നത്. ഈ ഓർഡർ ബ്ലോക്കാണ് നമ്മുടെ മെയിൻ ആൻഡ് മേജർ ആവേണ്ടതാണ്. ഓക്കെ, മെയിൻ ആൻഡ് മേജർ ഓർഡർ ബ്ലോക്ക് ആവേണ്ടതാണ്. മുകളിലത്തെ നമ്മുടെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇന്നും ഇതുവരെ ലാസ്റ്റ് വരെ അത് OB കണ്ടോ, ആ ലാസ്റ്റ് വരെ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഫുള്ള് വർക്ക് ആയിരുന്നു ഇന്ന്. സോ ഓർഡർ ബ്ലോക്ക് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി പേര് വേവിൽ കൺഫ്യൂസ് ആണല്ലോ. വേവ് പഠിക്കുക ഇല്ലയെന്ന് ഞാൻ പറയണില്ല, ബട്ട് നമ്മുടെ ബാക്കി സ്ട്രക്ചറിൽ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആൻഡ് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. സോ നമുക്ക് എന്തായിരുന്നു ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് കിട്ടി. ആൻഡ് എന്താ കിട്ടിയത് നമുക്ക് 1 2 3 തേർഡ് വേവ് ആൻഡ് ഫോർത്ത് വേവിൻ്റെ ഇത് ഫോൾ, ഫോർത്ത് വേവിൻ്റെ ഈ കറക്ഷൻ ഓർ ഫോൾ നമുക്കിത് പറയാം. ഓക്കെ, സോ വീക്ക് ആവുന്നത് എപ്പോഴാണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ഈ ഒരു ഗ്രീൻ ബോക്സിൻ്റെ ബിലോ ആണ് പ്രൈസ് വീക്ക് ആവുന്നത്. ഓക്കെ, സോ അത് എത്രയാണ് 23,230. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഇതും ഫെയിലാവും. ഓക്കെ, ഇതും ഫെയിലാവും ആൻഡ് ഫെർദർ ഫോൾ നമുക്ക് താഴേക്ക് പിന്നെ കിട്ടാൻ തുടങ്ങും. ആൻഡ് ഫിബൊനാച്ചി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർത്ത് വേവിൻ്റെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഇന്നത്തെ സ്ട്രക്ചർ മാത്രം ഡിസ്കസ് ചെയ്യണം കേട്ടോ. കണ്ടോ 50% എവിടെ വരുന്നു, കണ്ടോ 50% വരുന്നുണ്ട്. ഫോർത്ത് വേവിൻ്റെ ഫോൾ ഇത്ര വരാറുണ്ട്, 50% അത്രയല്ലേ വരാറുള്ളൂ. അതിൽ കൂടുതൽ വരാറില്ല യൂഷ്വൽ നോർമൽ കേസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഓർഡർ ബ്ലോക്കും അവിടെ തന്നെ വരുന്നുണ്ട്, എല്ലാം കൂടി സിങ്ക് ആവുന്നുണ്ട്. സോ ഫോൾ വരുവാണെങ്കിൽ ഈ 23,000 നമ്മൾ ഈ റെഡ് ക്യാൻഡിൽ ഇവിടുത്തെ ഈ ലോ നോക്കിയാൽ മതി. അതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ കുറച്ചുകൂടി സേഫ് പറയാം. 23,210 ഇതിൻ്റെ ബിലോ നമ്മൾ നോക്കിയാൽ മതി. സോ ഇവിടെ ഇതാണ് കോൺസെപ്റ്റ്. നമ്മൾ ഓവറോൾ നമുക്ക് വേവ് നമ്മൾ അറിഞ്ഞിരിക്കണം. വേവ് നമ്മൾ അറിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ നെക്സ്റ്റ് ആക്ഷൻ അവരുടെ എന്തായിരിക്കും.
ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ അവർ എന്താ എടുക്കാൻ പോകുന്നത് വേവ് അറിയണമെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് വേവിൽ പ്രൈസ് മുകളിൽ പോകും, സെക്കൻഡ് വേവിൽ താഴേക്ക് വരും, തേർഡ് വേവിലേക്ക് മുകളിൽ പോകും, ഫോർത്തിലേക്ക് താഴെ വരും, ഫിഫ്ത്ത് വേവിലേക്ക് മുകളിൽ പോകും. സോ ഇതിൻ്റെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് നാളെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, ഈ ഒരു 333 കറക്ഷൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, സോ നമുക്കറിയാം ഫിഫ്ത്ത് വേവ് മുകളിലേക്ക് പോകും. സോ നമുക്ക് എന്താ എടുക്കണം നമുക്ക് എക്സാക്ട്ലി നമുക്ക് ക്ലിയർലി നമുക്ക് പിടികിട്ടും. സോ ഇതൊക്കെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സ്മോൾ ഓർഡർ ലോക്ക് വരുന്നത് ഇതാണ്, ഇത് റെസിസ്റ്റൻസ് ആയിരിക്കും, കാരണം പ്രൈസ് താഴേക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, അതാണ്. സോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആൻഡ് ഇതൊക്കെ എല്ലാം നമുക്ക് ഇവിടെ ഇത് ഇതാകുമ്പോഴത്തേക്ക് പിന്നെ പ്രൈസ് വീണ്ടും നമ്മുടെ സഡൻ അപ്പ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഒരു ഓർഡർ ലോക്കിൻ്റെ അബവ് റെഡ് ക്യാൻഡിൽ ഇതും ഓർഡർ ലോക്കായിരിക്കും, OB ആയിരിക്കും. ഓക്കെ, മിറ്റിഗേറ്റഡ് ആണോ ഇല്ല അതുകൂടി നോക്കണം. ഇവിടെ മിറ്റിഗേറ്റഡ് ആണ് ഈ ഒരു. സോ അതാണ് ആ ഒരു നമ്മൾ നേരത്തെ ഫസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു മിറ്റിഗേറ്റഡ്. അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണുന്നത്, ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്തേക്കാം, ഞാൻ ആ വീഡിയോ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും BOS എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മിറ്റിഗേറ്റഡ് ആണോ ഓർ ഇല്ലയെന്ന്, അതൊക്കെ എല്ലാം കൂടി നമുക്കത് ക്ലിയറായിട്ട് കിട്ടും. പിന്നെ ചെയ്തേക്കാം, അത് പ്രോപ്പർലി ഒന്ന് കാണണം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മാർക്കറ്റിൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞൊരു അനാലിസിസ് നിങ്ങളെ കൂടി ഷെയർ ചെയ്തത്. അനാലിസിസ് ആണ് ലേണിംഗ്. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത് ഓർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ലേണിംഗ് ആണ്. ഐ ഹോപ്പ് സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. പ്ലീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഷെയർ എല്ലാവരും ചെയ്യുക, ലൈക്കും ചെയ്യുക. ലൈക്ക് ചെയ്താലേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്മോൾ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓർ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കിടക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇനി നിഫ്റ്റിയിൽ പോക്കാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മാത്രമേ, കാരണം ബാങ്ക് നിഫ്റ്റി ഫെർദർ ബുള്ളിഷ് ആണ്. ബാങ്ക് നിഫ്റ്റി എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫുള്ള് മൂവ്സ് കഴിഞ്ഞിട്ടില്ല. സി വേവിടെ ബിഗർ ടൈം ഫ്രെയിമിൽ സി ആണ്, അത് ഞാൻ പറയുന്നത് സിയുടെ 1, 2, 3, 4 ആൻഡ് 5th വേവ് സ്റ്റിൽ കിടക്കുന്നു. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ നിൽക്കുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഫെർദർ അപ്പ് മൂവ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയാണ് നമുക്ക് ഇനി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റി കറക്റ്റായിട്ട് ഈ ട്രയാങ്കിളിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് എടുക്കുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇനി വീക്ക് ആണെങ്കിൽ ഈ ഒരു ഫെർദർ ബിലോ ബാങ്ക് നിഫ്റ്റി വീക്ക് ആവുന്നു. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഇത് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്തേക്കണം. ട്രെൻഡ് ലൈൻ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ട്രെൻഡ് ലൈൻ ഒരു ചേഞ്ചസ് ഉണ്ട്, കാരണം വെച്ചാൽ മോർണിംഗ് ഓപ്പണിംഗ് ഇവിടെ തന്നെ സഡൻ ഇവിടെ നിന്ന് ബൗൺസ് ഉണ്ട്. സോ ഇത് ഫേക്ക് ബ്രേക്ക് ഡൗൺ ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, ഫേക്ക് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. സ്മോൾ സ്ട്രക്ചറിൽ ബാങ്ക് നിഫ്റ്റിയിൽ സ്മോൾ സ്ട്രക്ചറിൽ എന്ന് പറയാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഫെർദർ അപ്പ് സൈഡ് നമുക്ക് എന്തായാലും കിട്ടും. ഇത് 4th അങ്ങനെയാണെങ്കിൽ 5th വേവ് എവിടെ വരെ പോകാനുള്ള ചാൻസസ് ആണ്. 3rd വേവിൻ്റെ ഹൈ, 4th ലോ 127%. ഓക്കെ, ഇതേ 52,430 വരെ പോകാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു സോൺ വരെ ഈ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, 430 റെഡാക്കി മാർക്ക് ചെയ്തേക്കാം. 30 മറ്റേ ഇതാണത് റെസിസ്റ്റൻസ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ദിവസമാണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു സോണിലാണെങ്കിൽ സ്റ്റക്കായിരിക്കും. ഇതിനകത്ത് സ്മോൾ ടൈം ഫ്രെയിം ഞാൻ അനാലിസിസ് ചെയ്തിട്ട് കാര്യമില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 1, 2 and 3 എക്സ്റ്റൻഷനിലാണ്. മേ ബി നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഇതാണ് നോക്കേണ്ടത്. ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ അബവ് പോയാലേ മാത്രമേ ഫെർദർ അപ്പ് സൈഡ് കേട്ടോ. ഇനി വേഗം നമുക്ക് സെൻസെക്സിൽ കിടക്കാം. സെൻസെക്സ് അതന്നെ ഫേക്ക് ബ്രേക്ക് ഡൗൺ ആൻഡ് സഡൻ പ്രൈസ് ഉള്ളിലേക്ക് വരും. സൈഡ് വേസ് ആക്കി വെച്ചേ, കച്ചറായി കിടക്കണേ, പറയാനൊന്നുമില്ല. ട്രേഡബിൾ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഫെർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ഓക്കെ, സ്ട്രക്ചറിലൊന്നും കാണില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ഒരു മോശമാക്കി വെച്ചേക്കണേ ശരിക്കും മാർക്കറ്റ്. പ്ലേ ചെയ്യാൻ നമുക്കൊന്നും പറ്റത്തില്ല. ഓക്കെ, റെസിസ്റ്റൻസ് അതായി. ഇനി വേറെ റെസിസ്റ്റൻസ് കാര്യങ്ങൾ ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. സെൻസെക്സ് നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ 333 കറക്ഷൻ ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ഫെർദർ നമുക്ക് ഇതിൻ്റെ അപ്പ് സൈഡ് കിട്ടുള്ളൂ. അത് കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ലിയറിറ്റി നമുക്ക് കിട്ടും. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇനിയുണ്ട്.
ഇനി കൗണ്ട്സ് ഉണ്ട്. മേ ബി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവുള്ളൂ, 1-2 ദിവസം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് തരുള്ളൂ. അത് വലിയ മൂവ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല. ഒന്ന് നോക്കിയിട്ട് പ്ലേസ് ചെയ്താൽ മതി നിഫ്റ്റി മിഡ് ക്യാപ്സ്. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റും. ബൈ.